നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ എന്താ ഈ തോടൊക്കെ കാണിക്കുന്നതെന്നല്ലേ. തോട്ടിൽ കിടന്ന് എനിക്ക് പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഞാനുണ്ടല്ലോ തുണിയൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പുറകിലോട്ട് പോയതാണ് കേട്ടോ. അപ്പം നോക്കുമ്പോഴത്തേനും എന്താ എന്തോ ഒരു സാധനം എൻ്റെ കണ്ണിലൊടുക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനാണ് കണ്ടത് അതൊരു ചെടിയായിരുന്നേ. നല്ല രസമുള്ള ഒരു ചെടിയായിരുന്നു കേട്ടോ. അതിൻ്റെ എന്താ പറയുക, തണ്ടിനൊക്കെ ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ജോളിമേനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു വീഡിയോ എടുത്ത് തരാമോ, ഈ തോട്ടിൽ നിന്ന് ഞാൻ അത് എടുക്കാമെന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് വഴക്കൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ജോളിയമ്മ പ്രത്യേകിച്ച് വഴക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കാരണം ഫൈനൽ ലുക്ക് അടിപൊളിയാണ്, പിന്നെ എങ്ങനെയാണ് വഴക്ക് പറയുക. എനിക്കെന്തോ നിധി കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ. വല്ലവരും വലിച്ചെറിഞ്ഞ സാധനമാണല്ലോ, അത് നമ്മുടെ ചെടിച്ചട്ടി നിൽക്കുന്ന കാണാൻ വേണ്ടി തന്നെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ, നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തോടിൻ്റെ സൈഡിൽ നിന്ന ഒരു ചെടി ഞാൻ കുഴിച്ചു വെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അല്ലേ. നിങ്ങൾ തന്നെ നോക്കിക്കോ എന്ത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാടുപെട്ടായിരുന്നു കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പാടുപെട്ടിട്ടുണ്ടായിരുന്നേ. നല്ല ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വന്ന് ഞാൻ എന്താ നമ്മുടെ പൈപ്പിൻ ചോട്ടി കഴുകുന്നതാണ് കേട്ടോ കാണുന്നത്. തോട്ടിലെ വെള്ളം അത്ര അഴുക്കാണെന്നൊന്നും ആരും പറയണ്ട കേട്ടോ. ഇനി ഞാൻ തോട്ടിലെ വെള്ളത്തിൽ കളിച്ചു എടുത്തു എന്നൊന്നും ആരും പറഞ്ഞേക്കല്ല കേട്ടോ ദയവ് ഇത്. അപ്പോൾ ആ ചെടി പിന്നെ അത് എന്താണ് പറയുന്നത്, കഴുകിയെടുക്കാൻ കുറച്ച് പാട് പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളിലെല്ലാം ഒരു സാധനം ചെളി പോലെ നിന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഈ ചട്ടിക്കകത്താണ് കേട്ടോ കുഴിച്ചു വെക്കുന്നത്. ഈ ചെടി നിങ്ങൾക്ക് പരിചയമുള്ള ചെടിയാണെന്നാണ് തോന്നുന്നല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ചെടിയായിരിക്കും. അപ്പോൾ ആ ചെടീനെ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഈ ചട്ടിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പണി കിട്ടി. അതായത് ചട്ടിയേക്കഴിഞ്ഞും വലുതാണ് ആ ചെടി എന്ന് പറയുന്നത്. നമുക്ക് ആ ചെടി കുഴിച്ചു വെക്കാൻ അനുസരിച്ചുള്ള ചട്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ദിവസം വലിയൊരു ചട്ടി വാങ്ങിച്ചിട്ട് മാറ്റി കുഴിച്ചു വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഞാനങ്ങനെ ആ ചട്ടിക്കകത്ത് മണ്ണൊക്കെ ഇട്ട് കണ്ട നോക്കിക്ക്, അതിൻ്റെ തണ്ടിന് തന്നെ എന്ത് കട്ടിയാന്ന് നോക്കിക്ക്. ആ തണ്ടൊക്കെ കുറേ മുറിച്ച് കളഞ്ഞ് ആ ചട്ടിയോട് പാകപ്പെടുത്തിയാണ് പിന്നെ ഞാനത് കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ചിലർക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേനും ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലേ. അതായത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ള ചെടികളൊക്കെ ഒരെണ്ണം വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പൊട്ടി 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 കിളുത്ത് കുറേ ചെടിയായിട്ട് മാറും അല്ലേ. അപ്പം നമ്മൾ പറിച്ച് ദൂരക്കളയും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് വേറൊരാൾക്ക് ഉപകാരപ്പെടുമ്പോഴോ അടിപൊളിയാണല്ലേ. ഞാനിങ്ങനെ വഴി സൈഡിലൊക്കെ കാണുന്നതൊക്കെ പറിച്ചുകൊണ്ടൊക്കെ വരാറുണ്ട്. അതിന് ജോളിമ ഇവിടെ എന്നെ വഴക്കാണ് എപ്പോഴും, അവിടെ കിടക്കുന്നതല്ലേ ഇവിടെ കിടക്കുന്നതല്ലേ, അത് കാട്ടുചെടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേമ്പ് പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ജോളിമ പറഞ്ഞത് അത് ചവപ്പറമ്പിലൊക്കെ നിൽക്കുന്ന ചേമ്പാണ്, അതൊന്നും അങ്ങനെ വീട്ടിൽ കുഴിച്ച് വെക്കാറില്ല, കൊച്ചിനിത് എവിടെ നിന്ന് കിട്ടിയതാന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജോളിമ മരുന്നൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് കുഴിച്ചു വെക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടല്ലോ, നല്ല മഴയ്ക്കുള്ള ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു 3:30 4 മണി 4:30 പോട്ടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് മാനം അങ്ങോട്ട് കറക്കാൻ തുടങ്ങുമല്ലേ. എന്നിട്ട് പിന്നെ കാറ്റായി ഇടിയായി ആഹാ ഇല്ലാത്ത ശബ്ദങ്ങളായി. എന്നിട്ട് പിന്നെ മഴയാണ്, പല പല സൗണ്ടിലുള്ള മഴകളാണല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട്. പിന്നെ മഴ പെയ്യുന്നത് രാത്രിയിലാണ്, രാവിലെയും പെയ്യും. അതായത് വെളുപ്പിന് ഏകദേശം ഒരു 6 മണിയോട് കൂടിയൊക്കെ അവസാനിക്കുമെന്ന് തോന്നുന്നു. ഇന്നെന്തായാലും ഒരു 8 മണി 8:30 കൂടിയൊക്കെയാണ് കേട്ടോ മഴ അവസാനിച്ചത്. അങ്ങനെ ഞാനത് കുഴിച്ചു വെക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഇട്ടു, അങ്ങനെ കുഴിച്ചു വെച്ചു. ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഈ ചെടി ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ചെടിച്ചട്ടിയിൽ നിൽക്കാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാളുവിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, മാളു എനിക്ക് തോട്ടിൽ നിന്നൊരു സൂത്രം കിട്ടിയെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ ബായ്. ഞാൻ പറഞ്ഞില്ലേ ആ ചേമ്പ് അതാണ് കേട്ടോ. അപ്പോൾ ഷാഡോ എവിടെയുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.